ഹലോ ഗുരുവായൂരപ്പ, എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാടാ? ഞങ്ങളിപ്പോ കണ്ണൂർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, മലപ്പുറത്തേക്ക് വരുന്ന നിങ്ങൾ എന്തിനാ വാസു കണ്ണൂരിലേക്ക് പോണത്? ഞങ്ങൾ പോകുന്നതല്ല മുതലാളി, ഞങ്ങളെ കൊണ്ടുപോകുന്നതാ. സംഗതി കൈവിട്ടു പോകുന്ന ലക്ഷണമാ കാണുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പോലീസിനെ വിളിക്കാം. വണ്ടിയുടെ നമ്പർ എത്രയാടാ? KL 109818. ഏട്ടാ മൊയന്തെ, അത് നമ്മുടെ വണ്ടിയുടെ നമ്പർ അല്ലേ? ഏട്ടാ, നിങ്ങളെ പിന്തുടരുന്ന വണ്ടിയുടെ നമ്പറാ ചോദിച്ചത്. എടാ ഖാദറെ, വണ്ടി ഒന്ന് നിർത്തിക്കേ, ആ വണ്ടിയുടെ നമ്പർ നോക്കട്ടെ. എടാ വണ്ടി നിർത്തി അവർ നമ്മളെ പിടിക്കില്ലേ? ഓ, എന്നാ നീ വണ്ടി സ്ലോ ചെയ്യ്, ഞാൻ നമ്പർ നോക്കാം. അത് വേണം ചെയ്യാം. സതീഷ, വണ്ടി എടുക്ക്. സാർ ഒരു മിനിറ്റ്. സമേശ അയ്യപ്പോ, ബ്രേക്കിനൊരു കുപ്പം വരുത്തരുത് അയ്യപ്പോ. കറക്റ്റ് സമയത്തോടെ എത്തിച്ചേക്കടേ. ഒന്ന് സാറേ, ഞാനല്ല. കുഞ്ഞാപ്പു. എന്നിട്ട് എവിടാ അവൻ? കുഞ്ഞാപ്പു കുഞ്ഞാപ്പുവിനെ എവിടാ കുഞ്ഞാപ്പു? ദാ കുഞ്ഞാപ്പു. ഞാനിവിടെ ഉണ്ട്. ഇറങ്ങി വേണോ? നീ ഫിലിം പെട്ടി തട്ടിയെടുത്തോണ്ടോ അല്ലടാ? ആരാ നീ? കുഞ്ഞാപ്പു, മലപ്പുറം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി. സാറേ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. പെരുവഴിയിൽ വണ്ടി തടഞ്ഞ് ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഞങ്ങളുടെ പക്ഷേയില്ല. മിണ്ടരുത് നീ. വകുപ്പ് ഏതൊക്കെയാണെന്ന് നിനക്കറിയാമോ? കൊലപാതക ശ്രമം, മോഷണം, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, IPC 307, 379, 141, 12 വർഷം കിടക്കുമോ അറിയാം? സാർ ഇത്രയും വകുപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള വകുപ്പും കൂടെ കേട്ടിട്ട് നൂൺ ഷോ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തോ? നൂൺ ഷോ കഴിഞ്ഞിട്ടോ? അതെന്താ? നല്ല ഇടിവെട്ട് പടമാണ് സാർ. ആൾ ബഹളത്തിലിരുന്ന് കണ്ടാലേ ഒരു ത്രില്ലുള്ളൂ. ഇനി പ്രശ്നത്തിലേക്ക് കടക്കാം. സാറേ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. തൊമ്മനും മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. എന്നിട്ടോ ഈ കളക്ഷൻ കിട്ടിയ തിയേറ്ററുകൾ നിലനിൽക്കെ തന്നെ എടവണ്ണപ്പാറയും മണ്ണാർക്കാടും സിനിമകൾ റിലീസ് ചെയ്തു. ഞങ്ങൾ ശ്രമിച്ചു. ഇന്നിവിടെ 14 സിക്സ് ഷീറ്റ് ഒട്ടിക്കേണ്ട സ്ഥലത്ത് 60 സിക്സ് ഷീറ്റും 16 ഫ്ലക്സുമാണ് ഞങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ തിയേറ്റർ പടിക്ക് വരെ ഞങ്ങൾ വിധാനിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിധാനിക്കലല്ല. 16 കൊലവാഴയാണ് സാറെ തീ വിലയ്ക്ക് വാങ്ങിച്ച് നട്ടിരിക്കുന്നത്. കൊലവാഴയ്ക്ക് ഒന്നിന് 500 രൂപ വെച്ച് സാറൊന്ന് കണക്കൂട്ടി നോക്കിക്കേ. അത് സ്പോൺസർ ചെയ്ത കോഴിക്കോട് സിൽക്ക് പാർക്കിന്റെ ഉടമസ്ഥനോട് ഞങ്ങൾ എന്ത് മറുപടി പറയും സാർ? കൊലവാഴയ്ക്ക് മറുപടി പറയാനല്ല ഞാൻ വന്നത്. മറുപടി പറയണം സാറേ. കൊലവാഴക്കാരോടൊന്നല്ല, ഈ ശിങ്കാരിമേളക്കാരോടും പൂക്കാവടിക്കാരോടും മറുപടി പറയണം ഞങ്ങൾ. അല്ല, എനിക്ക് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക. ഈ കൊലവാഴയും പൂക്കാവടിയൊക്കെ അവിടെ നിൽക്കട്ടെ. മലപ്പുറം പത്മ തിയേറ്ററിലേക്ക് മദ്രാസിൽ നിന്നുകൊണ്ടുവന്ന ഫിലിം പെട്ടി ഗുണ്ടായസം കാണിച്ച് തട്ടിയെടുത്തതിന് ആര് സമാധാനം പറയും? ആര് പറയണം? നീ എന്തോന്നാ കുഞ്ഞാപ്പു ഈ പറയുന്നത്? CI സാർ പറഞ്ഞിരിക്കുന്നത് നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് മൂപ്പരെ വിളിക്കാനാ. മാറി വന്ന ജോർജ് സാർ ആരാണെന്ന് അറിയാമോ നിനക്ക്? CI ആണെന്നല്ലേ സാറ് പറഞ്ഞു? നീയൊക്കെ അഴിയണം. സാർ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? സാറേ, ഒരാഴ്ചയായിട്ട് ഈ മഞ്ചേരി നഗരം ആ നഗരത്തിലെ മതിലുകൾ മുഴുവൻ അടുത്ത ആഴ്ച മുതൽ ദേവകി സിനിമാക്സിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ അഭിനയിക്കുന്ന 1 വേ ടിക്കറ്റ് ദിവസേന 4 കളികളെന്ന് എഴുതി ഒട്ടിച്ച് സാറ് കണ്ടതല്ലേ? ചിലപ്പോ കണ്ടെന്നിരിക്കും. ചിലപ്പോഴല്ല, സാറ് കണ്ടു. സാറ് മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ കണ്ണു തുറന്ന് കണ്ടു.
ആ സുദിനം വരാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ ഈ സിനിമ ഇവിടെ കളിക്കാതെ ഇവിടെ റിലീസ് ചെയ്യാതെ മലപ്പുറം പത്മ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ സാർ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. മെനക്കെടുത്താതെ പൂക്കാവടിയും ചിങ്കാരികളും ഒക്കെ നിർത്തിയിട്ട് വന്ന് ജീപ്പിലോട്ട് കയറ്. സാറേ, ഇന്ന് നൂൺ ഷോ കഴിയട്ടെ. നൂൺ ഷോ കഴിഞ്ഞ് ആവനാഴി സിനിമയിൽ ക്യാപ്റ്റൻ രാജു സാറിനെ മമ്മൂക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ സാറിന് ഞങ്ങളെ കൊണ്ടുപോകാം. അല്ല, ആവനാഴിയില് മമ്മൂട്ടി ക്യാപ്റ്റൻ രാജിനെ അറസ്റ്റ് ചെയ്തില്ല. വെടിവെച്ചു അല്ലേ? അയ്യോ, അത് ലാസ്റ്റ് അവസാനം. അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സാർ ഓർക്കാഞ്ഞിട്ടാ. അതുവരെ സാർ അവിടെ വന്ന് ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്നവന്മാരെ അറസ്റ്റ് ചെയ്ത് ക്യൂയിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന നാട്ടുകാരെ ശല്യം ചെയ്യുന്നവന്മാരെ 2 പൂശും പൂശി ഒന്ന് റിലാക്സ് ചെയ്യും. ഷോ കഴിഞ്ഞ് നമുക്ക് തിയേറ്ററിൽ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഇനി സെൻട്രൽ ജയിലിലേക്ക് പോണോ? അതിനും റെഡി. പക്ഷെ അതിനു മുമ്പ് സാറല്ല, CI സാറല്ല, IG വന്നാലും ഞങ്ങളുടെ പ്രവർത്തകരിൽ ഒരാളെ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ന്യായം ഞങ്ങളുടെ ഭാഗത്താണ്. അത് ശരി. അപ്പൊ അതാണ് ഉറച്ച തീരുമാനം അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഒരു ടിക്കറ്റ് മാറ്റി വെച്ചേക്ക്. അടിപൊളി. ഇത് താണ്ട പോലീസ്. എന്നാ പിന്നെ കുഞ്ഞാപ്പു നോക്കുവല്ലേ? കുഞ്ഞാപ്പു, ഞാനാണ് സാർ. എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പു വിശേഷങ്ങൾ? ഇരിക്കടോ. വേണ്ട സാർ, ഞങ്ങൾ നിന്നോളാം. ഇരിക്കടോ. വേണ്ട. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടവാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. പിന്നെ ഫാമിലി ഇറങ്ങണം, എന്നാലേ ലോങ് റൺ കിട്ടും. സാറേ, ഞങ്ങൾ ഫാൻസുകാർ പറയാണെന്ന് വിചാരിക്കണ്ട. സെക്കൻഡ് ഹാഫിൽ ഒരു 4 സീനുണ്ട്. അറിഞ്ഞു പിടിച്ചിരിക്കല്ലയോ മമ്മൂട്ടി സാറ്. ആ, മലപ്പുറം പത്മയിൽ ഇപ്പൊ ഏത് പടാ കളിക്കുന്നേ? വല്ല തമിഴ് പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും അല്ലേ? പിന്നല്ലാണ്ട്. ആക്ച്വലി അവിടെ കളിക്കുന്ന പടം ഹോൾഡ് ഓവർ ആയിട്ട് 3 ദിവസമായി ഹോൾഡ് ഓവർ ആയിട്ട്. ദൈവത്തിനാണ് സത്യം. അയ്യോ, ദൈവം പോലും തന്നോട് ക്ഷമിക്കത്തില്ല സാറേ. കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് കഥാപ്രാധാന്യമുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്. സാറിനറിയോ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. തൊമ്മൻ മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. സദാശിവ ചേട്ടാ വിളിക്കുന്നു, ഞങ്ങളുടെ ആളാണ്. ഇവന്മാരുടെ ചാർജ് ഷീറ്റ് എഴുതിയോ? സാറ് വന്നിട്ട് ആലോചിച്ചു. സാറ് വന്നിട്ടുണ്ടാക്കാൻ ഇവന്മാരാരെ ഇവിടുത്തെ സംബന്ധക്കാരാ? തൂക്കിയെടുത്ത് തെല്ലി കേട്ടോ എല്ലാത്തിനും. ജീപ്പ് ചേസ് ചെയ്ത് ഫിലിം വെട്ടി പിടിക്കാൻ നീയൊക്കെ ആരടാ? ജെയിംസ് ബോണ്ടുകളോ? അതൊക്കെ സിനിമയില്. ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. അഴിയണ്ണി കിടക്കും. 1-2 മാസമല്ല, കുറഞ്ഞത് 3 വർഷങ്ങൾ നീയൊക്കെ അകത്ത് കിടന്നാലേ പഠിക്കൂ. ചേട്ടാ, മാറ്റിനിക്ക് ടൈമായി. സെക്ഷൻ 141 307 379 ചാർജ് ഷീറ്റ് എഴുതിക്കോ. ഒരുത്തനും ഒരു നിലയ്ക്കും ജാമ്യം കിട്ടരുത്. ശരി സാർ. ഹലോ, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ. നമസ്കാരം സാർ, ഞാൻ മമ്മൂട്ടിയാണ്. ഏത് മമ്മൂട്ടി? സിനിമയിൽ അഭിനയിക്കുന്ന മമ്മൂട്ടി. ആക്ടർ മമ്മൂട്ടി? അതെ, ഞാനിപ്പോ ഊട്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. പറയൂ സാർ. നമ്മുടെ ഫാൻസ് പ്രവർത്തകർ പിള്ളേർ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാം. അവർ കാണിച്ചത് തെറ്റാണ്, പക്ഷേ അതെ സാർ, മലപ്പുറം പത്മ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഫിലിം പെട്ടി ഹൈവേയിലിട്ട് തട്ടിക്കൊണ്ടുപോയി. സാർ അവരെ ഒന്ന് വിരട്ടി വിട്ടാൽ മതി, ഒന്നും ചെയ്യരുത്. ഞാൻ വേണമെങ്കിൽ മിനിസ്റ്റർ കൊണ്ട് പറയും. അയ്യോ വേണ്ട സാർ, വേണ്ട, ഞാൻ വിട്ടേക്കാം. താങ്ക് യു സാർ. വെൽക്കം. ഇവരൊക്കെ പറഞ്ഞ പിന്നെ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പക്ഷെ ഇവന്മാര് വിടുകയെന്ന് പറഞ്ഞ സദാശിവൻ. നേരെ 9:30 കഴിഞ്ഞല്ലോ. ഈ കുഞ്ഞാപ്പൂനെ കാണുന്നില്ല. ശരിയാണല്ല. ഈശ്വര, ഇന്ന് സ്കൂളിൽ ബെല്ലടിക്കും. നിങ്ങളിത് ആരെ നോക്കിക്ക? കുഞ്ഞാപ്പൂന്ന് വരും തോന്നില്ല. എന്തുപറ്റി? അറിഞ്ഞില്ലേ, കുഞ്ഞാപ്പൂനെ ഇന്നലെ പോലീസ് പിടിച്ചു. അതോ എന്തിന്? മലപ്പുറത്ത് ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയിന്. എന്താ തീപ്പെട്ടിയോ? തീപ്പെട്ടി അല്ലേ ചേച്ചി, ഫിലിം പെട്ടി. നമ്മുടെ സിനിമ ടാക്കീസ് കളിക്കുന്ന ഫിലിം പെട്ടി. എന്റെ പഠിച്ചോനെ. എന്നിട്ട് എന്നിട്ട് എന്താകാനാ, ജയിലിലാന്നാ കേട്ടത്. കുഴപ്പമാവൂടി. ജാമ്യം കിട്ടിയ ഭാഗ്യം. കുഞ്ഞാപ്പൂനെ പോലീസ് പിടിച്ചു എന്നത് നേരാണോ അമ്മേ? വെറുതെ പറയാം മോളെ. അമ്മേ, ദേ കുഞ്ഞാപ്പൂ. ഹലോ. എന്താ കുഞ്ഞാപ്പൂ ഈ കേക്കണത്? നീ ഫിലിം പെട്ടി മോഷ്ടിച്ചെന്നോ പോലീസ് പിടിച്ചെന്നോ? താത്ത, മോഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. പോലീസ് പിടിച്ചു, പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആളുടെ വിളി വന്നില്ലേ? നമ്മള് ബാലൻ മാഷോ? അയ്യേ, ബാലൻ മാഷ് വിളിച്ചു പറഞ്ഞ CI വിടൂ. ഇത് നമ്മുടെ മമ്മൂട്ടി സാറ്. ആര്? കണിയാമ്പറത്തെ അറബി മാഷ് മമ്മൂട്ടി സാറോ? താത്ത എന്റെ മേടിക്കും. അറബി മാഷ് ഉറുദു മാഷ് ഒന്നും അല്ല, മെഗാസ്റ്റാർ മമ്മൂട്ടി. പോടാ, ഓള് പറയാതെ.
വിശ്വാസമില്ല ചന്ദ്രനോട് ചോദിച്ചോ, ഓം പോലും സത്യം പറയും. നേരാണോടെ ചന്ദ്ര? മമ്മൂട്ടി ഫോൺ വിളിച്ചോ? ആര്? ആരാന്നാ പറഞ്ഞ? മമ്മൂട്ടി. മമ്മൂട്ടി. ഇത്താത്ത ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നിങ്ങൾക്ക് എന്താ മമ്മൂട്ടി സാറെന്ന് മമ്മൂക്കി എന്ന് വിളിച്ച? ഒന്നുമില്ലെങ്കിലും 3 ഭരത് അവാർഡും ഒരു പത്മശ്രീയും കൊടുത്ത് ഈ രാജ്യം അംഗീകരിച്ച മഹാനായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം? മമ്മൂട്ടി സാർ വിളിച്ചെന്ന് പറഞ്ഞത് നേരാണോ? ആ, മമ്മൂട്ടി സാർ വിളിച്ചു താത്ത, വിളിച്ചു. ഒന്നോർത്ത അയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പക്ഷെ അതാണ് സ്നേഹം. ആ മനസ്സ് നമ്മളൊക്കെ അടുത്തറിയണം. ഇത്താത്തക്കറിയോ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് മമ്മൂക്കയുടെ പടങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. 9 മക്കളും 28 ലക്ഷം, മായാവി DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെ, സ്കൂളിൽ വെല്ലടിക്കാറായി. ഇപ്പൊ തന്നെ സമയം വൈകി. വാ, പോവാം. ബാക്കി പിന്നെ പറയാം. ലോകാര്യം അറിയാതിരിക്കാ, വീട്ടിൽ പട്ടിണിയോ? ലക്ഷ്മിക്കുട്ടിയേ, എന്നാ പിന്നെ നോക്കല്ലേ കുഞ്ഞാപ്പൂ? ആ 200 നോക്കാം. പോലീസിനെ കണ്ടു ഓടി വീണ വാണശ്ശേരി മൊയ്തീനെ ആശുപത്രിയിലാക്കിയ വക ചിലവ് 512 ഉറുപ്പിക 99 പൈസ. രാത്രി മണല് വാരാൻ പെട്രോൾ മാക്സ് കൊണ്ടുവന്ന ചെലവ്. കുറ്റിയടിക്കാൻ മേപ്പയൂർ പെരുമ്പടപ്പിൽ നിന്നും ആശാരിയെ കൊണ്ടുവന്നതിനും ആശാരിയെ കുന്നംകുളത്ത് തിരിച്ചു കൊണ്ടുവിട്ടതിനും ഓട്ടോ കൂലി. വാലൈക്കും അസ്ലാം 152 ഉറുപ്പിക 99 പൈസ. മൊയാളി കുറ്റിയടിക്കാൻ ആശാരിനെ കൊണ്ടുവന്നതിന്റെ ഓട്ടോ കൂലിയുടെ കണക്കാ പറഞ്ഞത്. അതിനിടയ്ക്ക് ഇയാൾ കുറ്റിയടിക്കാൻ ആശാരിനെ ജീപ്പി കൊണ്ട് നമ്മളല്ലേ? അതിനക്കെന്തിനാണ് ഓട്ടോ കാശ്? മൊയാളി കുറ്റി അടിക്കാൻ വന്നിട്ട് കുറ്റി അടിക്കാതെ പോയ ആശാരിന്റെ കണക്കാ പറഞ്ഞത്. കുറ്റി അടിക്കാൻ വന്നിട്ട് കുറ്റി അടിക്കാതെ പോയ ആശാരി, അതേ ആശാരി. മൊയാളി ആകെ മൊത്തം ടോട്ടൽ 6 ആശാരിമാര് വന്നു. അതിൽ 2 പേര് തിരിച്ചുപോയി, 2 പേര് കുറ്റിയടിച്ചു, 2 പേര് നോക്കി നിന്നു. ആദ്യം പോയ 2 പേര് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ എത്രയായി? അത് നമുക്ക് അറിയാമായിരുന്നു. അനക്ക് തീറ്റും കായി നമ്മൾ കണക്കപ്പിള്ളാക്കി വെച്ചേക്കുവാ. 6 ഇന്ന് 2 പോയ എത്രയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കി. 6 ഇന്ന് 2 പോയ 3 ആണോ? അല്ലേ ബെസ്റ്റ്. നോക്കൂത്തിയല്ലേ നിൽക്കാണ്ട് പോയി കണക്ക് കൃത്യമായിട്ട് എഴുതി വൈ. നല്ല നല്ല മൊഞ്ചത്തികൾ പെൺകുട്ടികളുള്ള 3-4 ഫോട്ടോ എടുക്കാൻകട്ടെ. ഇത് മൈമൂന, അത് കമറുന്നീസ. ബാബാ ചായ. എന്നോട് പാരാ ചായ കൊണ്ടുവരാൻ പറഞ്ഞു? അനക്ക് ചായപ്പൊടിയുടെ വില എന്താണെന്ന് അറിയാം. പോയിരുന്ന് കുടിക്കടി അല്ല പഠിക്കടി. ഇങ്ങ് അന്നോളും കുട്ടിയെ. ഫോട്ടോ? ഏത് ഫോട്ടോ? എന്ത് ഫോട്ടോ? ഫോട്ടോ. അത് കുഞ്ഞാപ്പൂന് കൊടുക്കാൻ. കുഞ്ഞാപ്പൂന് മമ്പറ നേർച്ചയ്ക്ക് വന്ന സർക്കസ് പരിപാടിന്റെ ഫോട്ടോ വേണോന്ന് ഇവനോട് പറഞ്ഞിരുന്നു. അതവ ഇന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. ആനമയിലോട്ടെങ്ങളുടെ ഫോട്ടോ നമുക്ക് കാണണ വേണ്ട. എന്തിനാ ഉപ്പ? കുഞ്ഞാപ്പുക്കാനെ നിക്കാഹ് കഴിപ്പിക്കാനല്ലേ ഈ പെൺകുട്ടികളുടെ ഫോട്ടോയും എടുത്ത് ബീരാനിക്കാനെ കുഞ്ഞാപ്പുക്കാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. കുഞ്ഞാപ്പുക്ക എന്നെ അല്ലാണ്ട് ഈ ദുനിയാവിൽ ഒരു പെണ്ണിനെയും കെട്ടാൻ പാടില്ല. നിങ്ങൾ കണ്ടോ? കുഞ്ഞാപ്പുക്ക അവൻ ആരാടി? എന്റെ ഉപ്പാന്റെ പെങ്ങടെ മോൻ, എന്റെ മോർച്ചെറുക്കൻ. എന്തേ നിന്റെ തൊള്ളയിൽ ജീവനുണ്ടെങ്കിൽ അന്നെ അവന് ഞമ്മ കെട്ടിച്ചു കൊടുക്കൂല. ബിവാത്തു എടി ബിവാത്തു. എന്താ മുതലാളി എന്നെ വിളിച്ചാ? ജാനോടാ ബിവാത്തു. അങ്ങോട്ട് മാറി. എന്താ മനസ്സിനെ? എന്റെ മോളോട് പറ എന്റെ തനി സ്വരൂപം കാണാനുള്ള സന്ദർഭം ഉണ്ടാക്കരുതെന്ന്. അതിന് ഞാൻ പറയണോ? ഇങ്ങക്ക് പറഞ്ഞൂടെ? ഇങ്ങക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? അടുക്കളയിൽ ഒരു 100 കൂട്ടം ജോലി കിടക്കണം. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇത് ലേശം മനസ്സിലായിട്ടോളി. ഇങ്ങോട്ടുണ്ടാ 5 കുടിക്കും. കൊണ്ടുപോടി. ഈ ഫോട്ടോ കൂട്ടി അവനെ കാണിച്ച് നിക്കാതെ നിശ്ചയിക്കടാ നമുക്ക്. ഇന്ന് ഞാൻ ഇതിൽ ഒരെണ്ണത്തിലേക്കുണ്ട്. അങ്ങാട്ട് എവിടെ പോട്? ഓന്റെ കുടിയിലോട്ട് പോടാ. അല്ല നാസ്ത. അല്ല മുതലാളി നമ്മൾ എങ്ങോട്ട് പോണോ? അന്റെ അല്ല ഇതാര് ഭീരാനാ? മക്കളെ ഓം പിച്ചക്കാരനൊന്നും അല്ല, കണ്ടാൽ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞത്? എന്റെ നെറ്റിയിൽ പിച്ചക്കാരനെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനൊരു കളിതമാശ പറഞ്ഞതല്ലേ വീരാനെ. അന്റെ കാര്യം ഞങ്ങൾ എപ്പോഴോ ഇന്നലെ പറഞ്ഞു. എപ്പോഴാണാവോ? മൂത്തമ്മേന്റെ അടിക്കളത്തിൽ വെച്ചിരുന്ന കായ് കാണാണ്ട് പോയപ്പോ. വീരാനെ ഈ കട്ടൂന്നല്ലോ, ഈ വരുമ്പോ തരാൻ വേണ്ടി വെച്ചിരുന്ന 15 ഉറുപ്പിയ. എനിക്കത് ഭരണം. നാടായ നാടൊക്കെ നടന്ന് ഞാൻ എത്ര പെൺകുട്ടികളുടെ ആലോചന മോന് കൊണ്ടുവന്നേക്കണത്. ഓൻ ജിം എടുക്കാൻ പോയി. എന്തെടുക്കാൻ? ജിം എടുക്കാൻ. എടാ മസില് ഭരിപ്പിക്കാൻ.
ഓ കരോട്ടം പഠിക്കാൻ അങ്ങനെ പറ. ഉമ്മടെ കുടിന്ന് പോണ്ടൊരുത്തൻ ഓനോട് പൊട്ടിക്കുന്ന ബൈലി കായ എത്രയാണ് പോണെന്നറിയോ? ഓ ബ്ലാക്ക് ബെൽറ്റാ. കുഞ്ഞാപ്പൂനുണ്ട് 4 ബെൽറ്റ്. അത് നിക്കറിന്റെ ബെൽറ്റ് ആയിരിക്കും. ആനക്ക് കുടിക്കാൻ കഞ്ഞി വേണം, സുലൈമാനി വേണം. ഓ അതൊക്കെ കുട്ടികളോട് എടുത്തോക്കാൻ പറഞ്ഞാ മതി. ഇങ്ങനെ ഇരിക്കി. ഇങ്ങള് പെങ്ങാമാരി ആങ്ങളെ ചക്കനെ പറ്റിയ പെണ്ണെ സെലക്ട് ചെയ്തോളി. ഓ ഇനിയിപ്പൊ ഇത് സെലക്ട് ചെയ്യാത്ത കുഴപ്പമുള്ളൂ. ഓനോട് റെഡി ആയിട്ട് നിക്കല്ലേ. നീ എപ്പോ വന്നൊരു സീനത്തെ? ഓള് ഇന്നലെ വന്നു. ഓ മസിലും പേരിപ്പിച്ച് വരാനുള്ള സമയമായാ. ഇങ്ങടെ മോൻ രക്ഷപ്പെടണമെങ്കിൽ കൂടുതൽ ഈ പെരിച്ചാനെ ചവിട്ടി പുറത്താക്കണം. ഓന അവനെ കൂടി ബെടക്കാക്കണത്. ഹായ് വന്നല്ലോ പരമാല. അസ്സലാമു അലൈക്കും. ആ വലൈക്കും അസ്സലാം. എടാ ചന്ദ്ര, ആ കള്ളനോട്ട് കേസിൽ പോലീസ് പിടിച്ച് ചർച്ച ചെയ്ത ഇളയച്ചുണ്ടല്ലോ, അവൻ ചത്ത് കാണണല്ലോ, അതുണ്ടോ? കൊച്ചച്ഛൻ ചത്തു. മരണശേഷം രക്ഷയായിട്ട് ലൈനായി കല്യാണം കഴിച്ച് പുതുപ്പുറമല പനല് താമസമാക്കി ഇപ്പൊ 2 രക്ഷിക്കുഞ്ഞുങ്ങളുണ്ടെന്നാ പറയുന്നേട്ടെ. നിങ്ങൾ എന്തിനാ എന്നോട് വെക്കിട്ട് വരാൻ വരുന്നത്? കുഞ്ഞാപ്പ ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വരാം. നിനക്ക് വേറെ പണിയില്ല, ഇയാള് നന്നാവൂല. ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ പുളിയാങ്കുന്ന് ബാബ ഹയ്യാർ ഹയ്യാർ ഹയ്യാർ. എടാ കുഞ്ഞാപ്പൂ, ബീരാനിക്ക് എത്ര ഫോട്ടോ കൊണ്ടുവന്നിരിക്കണ നീ ഒന്നും നോക്കിയത്? എന്നെ കഞ്ഞി കുടിക്കാൻ നിർബന്ധിച്ച് നമ്മളെന്താ കഞ്ഞിയും വെള്ളം കാണണ്ടെടുക്ക? ആര് സുഹറയോ അതോ നബീസോ? രണ്ടുപേരും 2 ഭാഗത്ത് നിന്ന് കൈക്ക് ബിരിയാണിക്കാന്ന് പറഞ്ഞ ഒരേ നിർബന്ധം. നമ്മളെന്താ കഴിക്കേണ്ടത് ഇങ്ങക്ക് അറിയാല്ല. എടാ നായരേട്ടനെ പറ്റി തീർക്കണം കേട്ടോ. ഈ പ്രമാണി ചമഞ്ഞെടുക്കുന്ന കുഞ്ഞാപ്പൂന്റെ ഉപ്പ തിരൂരങ്ങാടിക്കാരന്റെ ഉമ്മറ് ആരായിരുന്നു അറിയാമോ മോൻ? അതൊന്നും പറയാതിരിക്കുന്ന കല്യാണമേ നമുക്ക് നല്ലത്. നമ്മളെന്തിനാ നമ്മുടെ നാവ് ചുമ്മാ ബെടക്കാക്കണത്? ഈ കുഞ്ഞാപ്പൂന്റെ മൂത്ത പെങ്ങൾ സൂരന്തി വളാഞ്ചേരിന്ന് കെറ്റുവനായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ കുടിയിൽ വന്ന് നിൽക്കണത് എന്തിനല്ലെങ്കിൽ അതൊക്കെ പറയണം. നല്ലൊരു ബന്ധമായിട്ടാണ് ഞാൻ ചെന്നത്. അപ്പൊ ചെക്കനാവും മതി. ഇനി കല്യാണം അറിയാമോ ഇവൻ എന്താണ് നിക്കാഹിന് സമ്മതിക്കാത്തതെന്ന്? ഒന്നും പറയാതിരിക്കാണ് കല്യാണി അമ്മ നമുക്ക് നല്ലത്. അതെങ്ങനെ ബീരാനിക്ക ശരിയാകുന്നേ? ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാതെ ഇങ്ങളെ ഞാൻ ഇവിടെ നിന്ന് വിടൂല. എന്റെ പൊന്നു മോനെ, ഞാൻ ഇന്നെ എന്റെ കുടുംബത്തെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞില്ല. പഠിച്ചവനാണ് സത്യം. ടീച്ചറെ, ഒരു 3 കുറ്റി പുട്ടിങ് എടുത്തോളി. എനിക്കല്ല, ബീരാനിക്ക. ബീരാനിക്ക അമ്മമ്മയോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. 3നും അമ്മമ്മയ്ക്ക് ഉത്തരം അറിയില്ല. എന്നാ പിന്നെ ആ ഉത്തരങ്ങൾ അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ ഇങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല മോനെ, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാന്ന്. അനങ്ങിപ്പോകരുത്. ചോദ്യം 1, ഇങ്ങളെന്റെ ഉപ്പാനെ പറ്റി എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ബീരാനിക്ക, പ്രമാണി ചമഞ്ഞ് നടക്കുന്ന തിരൂരങ്ങാടിക്കാരൻ എന്റെ ഉപ്പ ഉമ്മർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? എത്രക്കാരനായിരുന്നു? എന്താ? ഈ കരണ്ടിപ്പണിയുടെ ആള് ഇലക്ട്രീഷ്യൻ. ചോദ്യം 2, വളാഞ്ചേരിന്ന് എന്റെ പെങ്ങള് സുഹറ ഭർത്താവുമായിട്ട് പിണങ്ങി എന്താ കുടിയിൽ വന്ന് നിൽക്കുന്നത്? അവിടുത്തെ കാലാവസ്ഥ പിടിക്കാൻ അത്ര തന്നെ. ചോദ്യം 3, ആ ചോദ്യത്തിന് ഉത്തരത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ചോദ്യം, ഈ എന്താണ് നിക്കാഹ് കഴിക്കാണ്ട് മാറിയും തിരിഞ്ഞും കളിക്കണത്? ആൻസർ, ആമിനെ കെട്ടിച്ചു വിടണം. സൂറാന്റെ കെട്ടിയോനായിട്ടുള്ള കച്ചറ തീർക്കണം. അത്രേ ഉള്ളൂ. നമ്മള് വേണ്ടാത്തൊന്നും പറഞ്ഞില്ല മോനെ. ഈ ഓർഡർ ചെയ്ത പുറ്റു വന്നില്ല. ടീച്ചർ മറന്നു കാണും. ഒന്നുകൂടി ഓർഡർ ചെയ്യും. മറന്നതല്ല, വേവുന്നതേ ഉള്ളൂ. എന്താടാ ബീരാനിക്കായുമായിട്ടൊരു കച്ചറ? കച്ചറൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ നാട്ടുപഞ്ചായത്തൊക്കെ പറഞ്ഞ്. എന്താ മാഷെ, കഴിഞ്ഞ ആഴ്ചത്തെ മൂകാംബിക ട്രിപ്പിന്റെ നാളെ ഒരു എയർപോർട്ട് ഓട്ടം ഉണ്ട്. അതുകൊണ്ട് രാത്രി വരില്ല, അതുവഴിങ്ങ് പോകും. രാത്രി ഓട്ടം ബുദ്ധിമുട്ടല്ലേടാ? അതൊന്നും സാരമില്ല, വരട്ടാ. കാര്യം സ്വജാതിയാണെങ്കിലും പറയേണ്ടത് പറയണല്ല. ഓൻ ആരാണെന്ന് അറിയാമോ? ആരാ? കുഞ്ഞാപ്പൂ. ഓനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിച്ചാ ദുഃഖിക്കണമെന്നാണ് നിങ്ങളുടെ ജാതിക്കാർ പറഞ്ഞേക്കണത്. ടീച്ചറെ, പുട്ടിന് വേവ് കൂടിക്കാണോ? ചന്ദ്ര, എടാ ചന്ദ്ര, അല്പന്മാർ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അല്പ എന്റെ ഉപ്പ. അയ്യോ, മാമനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. മാമ സാജുറായിന്റെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓക്ക് സാമൂഹ്യ ശാസ്ത്രത്തിനും ബയോളജിക്കും മാർക്ക് കുറവായിരുന്നു. ഞാൻ ഓളോട് പ്രത്യേകം പറഞ്ഞു നമ്മുടെ കാവുന്തറ പിഷാരടി മാഷിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്ന്. അല്ല, പോകുന്നുണ്ടോടി നീ? വിടുന്നുണ്ടോ മാമ?
സാമൂഹ്യ പഠനത്തിനും ബയോളജി എന്റെ മോക്ക് കിട്ടിയ മാർക്ക് മതി. ജീപ്പ് കയ്യാൻ വന്ന എന്റെ മോക്ക് മാർക്ക് ഇടണ്ട. അപ്പോഴേക്കും പിണങ്ങിയോ? ദേ, നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ഒടുക്കം സ്ത്രീധനം ഞാൻ കുറച്ച് കൂടുതൽ ചോദിക്കും. അപ്പ മാമൻ എന്നെ കുറ്റം പറയരുത്. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിക്ക് ആഭാസന്മാര് കാരണം വൈകിടക്കാൻ പറ്റണ്ടായ. ഓഹോ, ഈ മാമേ പണ്ട് ഇതുപോലെ ബിയാത്ത് താത്ത സ്കൂളിൽ പോകുന്ന വഴിക്ക് നിന്ന് കയ്യും കലാശം കാണിച്ചാണ് ബിയാത്ത് താത്താനെ നിക്കാഹ് കഴിച്ച് ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ മാമ, പ്രേമം ഒരു തെറ്റാണോ വിവാഹം ഒരു കുറ്റമാണോ? പറയൂ. വൈന്ന് മാറിക്കട ബലാലെ വന്നോളി. എന്നാ പിന്നെ നീ എന്നെ ഫോൺ വിളിച്ചാ മതി. അങ്ങനെയാണ് എന്നെ ബൂത്ത് വിളിക്കുക. എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ. സാജറ, പോവയ്യ ചോർച്ചമായുള്ള കൈയാണ്. ലവ് പണ്ണവർക്ക് തേനാണ്, പിണങ്ങിയാലത് നാഗമാണ്. കാര്യത്തിന് വിളിച്ച കിട്ടില്ല. സത്യ മൊബൈലിൽ വിളിച്ചാൽ കിട്ടാറില്ല കുഞ്ഞാപ്പൂനെ. രേഖ കള്ളം പറയില്ലയ്യ. ഏത് രേഖയാ? സിനിമാ നടി രേഖയോ അതോ നമ്മുടെ ചക്കൂരക്കര പോലീസുകാരന്റെ മകളുടെ രേഖയോ? ശാസ്ത്രത്തെ ഇൻസൾട്ട് പണ്ണാതയ്യ. ഇവരോட മംഗല്യ രേഖ തെളിഞ്ഞു വന്നിருக்கு. വരികയാണല്ലോ. കുഞ്ഞാപ്പു ഫാസ്റ്റ് ടീമാ. നീ ഞങ്ങളെ ആരെ അറിയിക്കാതെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു അല്ലേ? കല്യാണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞാലെന്താ, വലിയ കഷ്ടമായി പോയിട്ടോ. എന്താ കല്യാണം കഴിക്കാൻ തീരുമാനം? അതല്ല, പിന്നെ രഹസ്യമാക്കി വെച്ചത്. ഏതായാലും പെണ്ണ് കൊള്ളാം, പിടിക്കുക. ഏത് പെണ്ണ്? ഓ, നീ പിന്നെ ഉരുണ്ട് കളിക്കുക. പെണ്ണും പെണ്ണിന്റെ ഉപ്പാനും കൂടി നിന്റെ കുടിയിലേക്ക് പോയിട്ടുണ്ട്. ആ സക്കാത്ത് ബീരാനിക്കുണ്ട് കൂടെ. സക്കാത്ത് ബീരാനിക്കന്റെ കൂടെ പെണ്ണോ? നീ അടുത്തെങ്ങാനും ബീരാനിക്കാരുടെ പെണ്ണ് കാണാൻ പോയാ? ഇല്ലടാ. അപ്പൊ പെണ്ണിനെ കാണിക്കാൻ കൊണ്ടുവന്നുമായിരിക്കും. അയാൾ ആ ടൈപ്പ് ഒന്നും അല്ല, പാവം. ബീരാനിക്ക ഫോട്ടോ കാണിക്കൽ നിർത്തി ഇപ്പൊ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടേ കാണിക്കുന്ന രീതി തുടങ്ങിയതാ കേട്ടത്. വലിയ വലിയ സിറ്റിയിലൊക്കെ ഇപ്പൊ അങ്ങനെ. നമുക്ക് വെക്കം വീട്ടിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ അതവരങ്ങ് ഉറപ്പിക്കുവേ. ഇവളുടെ നിക്കാഹ് പഠിച്ചോൻ അനുഭവിച്ച നമ്മ നടത്തും. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ബീരാനെ? എന്തായാലും ബീരാനിക്കട ഈ പരിപാടി കൊള്ളാം. മറ്റേത് ഫോട്ടോ കാണുക, പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോവുക, ഇതൊന്നുമില്ല. പെണ്ണിനെ വീട്ടിൽ കൊണ്ടേ കാണിക്കും, ഇഷ്ടപ്പെട്ട അപ്പ കല്യാണം. നോക്കണ ഓരോ പരിഷ്കാരങ്ങളെ. എടാ, അത് നമ്മുടെ കൂടെ പഠിച്ച കുട്ടിയാ, ഇക്ബാൽ മാഷിന്റെ മോള്. കുഞ്ഞാപ്പു, പെണ്ണ് തരക്കേടില്ല കേട്ടോ. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടാ. ആ ദേ വന്നല്ല നമ്മുടെ പുയ്യാപ്പള. ഞാൻ ഒന്ന് പറയട്ടെ. ജഹാംഗീറിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പേരെന്ന് പറഞ്ഞേ. ഖദീജ, അല്ല കബർനിസ. അല്ല, ആ കുട്ടി ഓനെ എന്ത് ഗീർന്നാ വിളിച്ചത്? ജഹാംഗീർന്ന് അവന്റെ സ്കൂളിലെ പേര്. പണ്ടാറടങ്ങാ, ഇതൊന്നും നേരത്തെ പറയണ്ടേ? ഈ ലാസ്റ്റ് അവസാനം ആലോചിച്ച പെണ്ണ് പോലും പേരിന് പരിഷ്കാരം പോരാന്ന് പറഞ്ഞാ മാറിയത്. ഈ കുഞ്ഞാപ്പൂന്ന പേരില്ലേ ഒരു ബെടക്ക് പേരാന്നേ. ചന്ദ്രല്ലേ? ചന്ദ്രന് നല്ല മാറ്റണ്ട്. അതെങ്ങനെ മാറാതിരിക്കും? ഈ ചന്ദ്രനെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നമ്മുടെ കാഞ്ഞിരത്തുമെന്ന് വീണ് മരിച്ച ശിവരാമൻ നായരില്ലേ, നമ്മുടെ കച്ചേരിപ്പള്ളിക്ക് ചായക്കളർത്തിണ്ട് പാലിൽ വെള്ളം ചേർത്തതിന് പോലീസുകാർ പിടിച്ചിട്ട് പോയാ. നിങ്ങളുടെ കാഞ്ഞിരത്തെന്നല്ല, ഞങ്ങളുടെ സ്വന്തം കാഞ്ഞിരത്തെന്നാ വീണ് മരിച്ചത്. എന്റെ അച്ഛന്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് കട്ടിലേക്ക് കിടന്ന് ഡീസന്റ് ആയിട്ട് മരിച്ചു. അതിൽ ഒരാളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പാടില്ലായിരുന്നോ? ബീരാനിക്കായ്ക്ക് ചവണക്കാരായ കൗസല്യ ടീച്ചറിന്റെ കൊച്ചുമോനാ അല്ലേടാ കുഞ്ഞാപ്പൂ. ഓരോരോ അതിശയങ്ങളെ ഇവന്റെ കുടുംബത്തിലുണ്ട് ഒരു ടീച്ചർ. പിന്നെ കുഞ്ഞാപ്പൂ, ഈ വരുന്ന 17 നിക്കാഹ്. അയ്യോ, അത് പിന്നെ മാഷെ, ഞാൻ ബീരാനിക്കയോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇവ പണ്ട് എങ്ങനെയാ നിക്കാഹ് കേട്ട ഓൻ ബേജാറാവും. ആ മാഷ അറിയിക്കോളി, ഒത്തിരി ശ്രമങ്ങളുള്ളല്ലേ. അത് മാഷെ, അല്ല ഇവിടുത്തെ ഒരു അവസ്ഥ. അതെ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല. എനിക്ക് സമ്മതമാണെന്ന് പറയുമ്പോ ഓരോ മോളുടെ കല്യാണം കഴിച്ചു വിടുന്നതിന് ഈ എന്തിനെതിര് പറയണ കുഞ്ഞാപ്പു? ഞാൻ കിട്ടൂല. ഇന്നോട് കേട്ടാൻ ആര് പറഞ്ഞു? അപ്പൊ പുതിയാപ്പിള ഞാനല്ലേ? നീ ആദ്യം നിന്റെ പേര് മാറ്റിയേ കുഞ്ഞാപ്പു. എടാ, മാഷിന്റെ മോളെ നിക്കാഹ് നിന്നെ ക്ഷണിക്കാൻ വന്നതാ. കല്യാണം വിളിക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കാൻ വന്നാണ്.